ആരാണ് അവിടെ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നല്ല ഞാൻ ചോദിച്ചേ. നിങ്ങൾ കുക്ക് ചെയ്തിരുന്നു വന്നേ. ഇതാരാണ് ചെയ്തെന്ന് കാണണം. ബിഗ് ബോസ് ഫിഫ ആൻഡ് ഫേക്സിൻ്റെ ആദ്യത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഗ്യാഫ് തുറന്നു വെച്ചതിനെ പറ്റിയാണ് ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നത്. നമ്മുടെ ശ്രീരേഖയും ജിൻഡോ യമുന റാണി ഇവരെല്ലാം പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്, ആരാണ് തുറന്നു വെച്ചത്. ജിൻഡോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ കട്ടക്കലിപ്പിലാണ്. അവസാനം ചോദിക്കുന്നുണ്ട്, ജാസ്മിന് എന്തോ എന്നോടൊന്ന് പറയാനുണ്ട്. അപ്പം ജാസ്മിൻ ആകപ്പാടെ അന്തിച്ച് നിൽക്കുകയാണ്. അപ്പം ചോദിക്കുന്നു, ആരാണ് ലാസ്റ്റ് കുക്ക് ചെയ്തത്? അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ മുഖഭാവം മാറുന്നു. ആകപ്പാടെ കട്ടക്കലിപ്പിൽ ലാലേട്ടൻ ഓർമ്മയില്ലെന്ന് പറയാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആകപ്പാടെ അലറുന്നുണ്ട്, ആക്രോശിക്കുന്നുണ്ട്. അതിനുശേഷം ആരാണ് തുറന്നു വെച്ചതെന്ന് കാണണ്ടേ എന്ന് ചോദിച്ചത് കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ജാസ്മിനെ തന്നെയാണ്. ജാസ്മിനും ശ്രീരേഖയെല്ലാം മുഖം പൊത്തി ഇരിക്കുന്നുണ്ട്. അത് ജാസ്മിൻ്റെ മുഖഭാവമൊക്കെ നമ്മളെ പ്രൊമോയിൽ ശ്രദ്ധിക്കുമ്പോൾ ജാസ്മിൻ തന്നെ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ ജാസ്മിൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഈ ഗ്യാഫിൻ്റെ രാവിലെ വരുമ്പോൾ ഗ്യാഫില്ല എന്ന് കാണുമ്പോൾ ഗ്യാഫ് തുറന്നു വെച്ചിരിക്കുകയാണെന്നൊക്കെ അവിടെ ചർച്ച നടക്കുമ്പം നമ്മുടെ ജാസ്മിൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, ഗ്യാഫ് കുറ്റി നമ്മൾ കൊണ്ടുവന്നതില്ലേ എന്നൊക്കെയുള്ള ഒരു ബാലിശമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല, അവർ തരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ജാസ്മിൻ ഇതേപോലെ തന്നെ മുഹമ്പത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആർക്കും സംശയം തോന്നിയില്ല. പക്ഷേ അന്നേരം ആ സീൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം തോന്നി. പ്രത്യേകിച്ച് ജിൻഡോയുടെ കയ്യിൽ നിന്ന് ലാസ്റ്റ് സമയത്ത് 2 മുട്ട മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നാളെ ഇനി ഞങ്ങൾക്ക് മുട്ട വേണ്ട, ഈ മുട്ട ഞങ്ങൾക്ക് പൊരിച്ച് തിന്നാനാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുക്കളയെല്ലാം പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗബ്രിക്കും ജാസ്മിനും കൂടെ മുട്ട പൊരിച്ച് തിന്നിട്ട് അത് ഓഫാക്കാതെ പോയതാകാനാണ് സാധ്യത കൂടുതൽ. ഇതെല്ലാം ഏകദേശം നമ്മുടെ ധാരണയാണ്. ഏതായാലും ഈ പ്രാവശ്യവും നമ്മുടെ ജാസ്മിൻ എയറിലാകുന്ന ലക്ഷണമാണ്. ലാലേട്ടൻ മറ്റെല്ലാ സീസണെ അപേക്ഷിച്ച് ആകെപ്പാടെ എനിക്ക് തോന്നുന്നു കറക്റ്റ് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിക്കുവാനും അതിന് ലാലേട്ടൻ്റെ ഒരു ശൈലിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ദേഷ്യപ്പെടുവാനും സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കാനും എല്ലാം ലാലേട്ടൻ ഈ ഫീഫന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വിചാരിക്കുമ്പോൾ ഫിഫ 6 ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥി ലാലേട്ടൻ തന്നെയാണെന്ന് പറയേണ്ടി വരും.